മഴക്കാലമല്ലേ, മഴയൊന്നും കാണുന്നില്ല എന്നാണോ? സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴ മാറി നിൽക്കുകയാണ് കേട്ടോ. അതിന്റെ ആശ്വാസം എല്ലാവർക്കും ഉണ്ടെന്നും അറിയാം. എന്നാൽ മഴ വീണ്ടും ശക്തമാകുമെന്ന മുന്നറിയിപ്പ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയാണ്. അടുത്ത ആഴ്ച മുതൽ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നു. സുനിഷ അയലൂർ ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് സുനിഷ അയലൂർ. ഒന്ന് മഴ മാറി വെയിലൊക്കെ തെളിഞ്ഞ സന്തോഷത്തിലായിരുന്നു നമ്മളൊക്കെ. ആ സന്തോഷം അടുത്തയാഴ്ച മഴയ്ക്ക് വഴിമാറുമെന്നാണോ? സുജയ, അതെ, വീണ്ടും മഴ വരാനുള്ള സാധ്യത മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേയൊക്കെ നല്ല മഴയായിരുന്നു. പിന്നീട് ഇതാ ഒരു തെളിഞ്ഞ കാലാവസ്ഥയിലാണ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇനി ഒരു 10-ാം തീയതിയോടുകൂടി മഴയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. 10-ാം തീയതി ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ്. 4 ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് ഉള്ളത്. അതായത് മധ്യ കേരളത്തിൽ മഴയ്ക്കുള്ള സാധ്യത കൂടുതലാണ് എന്നതാണ്. 10ഉം 11ഉം അലർട്ടുകളുണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിലും ഇനി ഒരുപക്ഷെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ പറയുന്നത് പോലെ തന്നെ മഴ മാത്രമല്ല, കാറ്റിനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അതിനനുസരിച്ച് ജാഗ്രത പാലിക്കണം. നേരത്തെയൊക്കെ തന്നെയും വടക്കൻ മധ്യ കേരളത്തിലായിരുന്നു ഈ മഴ ശക്തമായതെങ്കിൽ ഇനി മധ്യ കേരളത്തിൽ മഴ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ്. അതായത് വരുന്ന ദിവസങ്ങളിലും മധ്യ കേരളത്തിലാകും കൂടുതൽ മഴ ലഭിക്കുക എന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റു അലർട്ടുകൾ യെല്ലോ അലർട്ടാണ് എങ്കിൽ പോലും മലയോര മേഖലകളിലും തീരദേശത്തും ഒക്കെയുള്ളവർ ഓറഞ്ച് അലർട്ടിന് സമാനമായ ജാഗ്രത ഏതായാലും പാലിക്കണം. മാറി താമസിക്കേണ്ടതുണ്ടെങ്കിൽ മാറി താമസിക്കണം. നിലവിൽ ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നൊക്കെ തന്നെയും ആളുകൾ തിരിച്ച് വീട്ടിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ, അത്തരത്തിലുള്ള അലർട്ടുകൾ, റെഡ് അലർട്ടോ അല്ലെങ്കിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത ഏതായാലും പ്രവചിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. ഈ ഉയർന്ന തിരമാലയ്ക്ക്, കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പ് ഇപ്പോഴും തുടരുന്നുണ്ട് സുജയ.